അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, മുഹറം 9 നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഏറ്റവും ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നോമ്പിൻ്റെ നിയത്തും മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിന്ന് ലഭ്യമാകും. മുഹറം 9 നോമ്പിൻ്റെ നിയത്ത്, മഹത്വം, നോമ്പ് ഖദാ ഉള്ളവർ ചെയ്യേണ്ടത്, നിയത്ത് മറന്ന ആളുകൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകൾ ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുക. കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ സംസാരിച്ചൊരു വിഷയമാണ് മുഹറം മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നോമ്പ് നോൽക്കാൻ കഴിവുള്ള, നോമ്പ് നോൽക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് മുഹറം മാസമാണ് ജനറലി. ഇനി അതുമാത്രമല്ല, ചില ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണെന്ന് ഫിഖഹിൻ്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ആദ്യം തന്നെ എണ്ണിപ്പോരുന്ന ഒരു ദിവസമാണ് താസുആയിൻ്റെ ദിനം എന്ന് പറയുന്നത്. അതായത് നോമ്പ് ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം അറഫ ദിനം നോമ്പ് ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അറഫ ദിനവുമായി ബന്ധപ്പെട്ട ആ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി അത് കഴിഞ്ഞാൽ ആഷുറായിൻ്റെ ദിനം, മുഹറം 10 ദിനം നോമ്പ് ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതേപോലെ മുഹറം 9 ദിനം, താസുആയിൻ്റെ ദിനം നോമ്പ് ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്ന 2026 ഈ വർഷം കേരളക്കരയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുഹറം 9 കടന്നു വരിക വ്യാഴാഴ്ചയാണ്. പല ഗൾഫ് രാജ്യങ്ങളിലും മറ്റു പലയിടങ്ങളിലും മുഹറം 9 ബുധനാഴ്ചയായിരിക്കും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ എന്നാണോ മുഹറം 9 അന്നാണ് നമ്മൾ മുഹറം 9 നോമ്പനുഷ്ഠിക്കേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിലൂടെ മുഹറം 9 നോമ്പ് സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരാണ്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ലൈൻ ബഖീതു ഇലാ കാബിലി ല അസൂമന്ന താസിയ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും എന്നുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അടുത്ത വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല, വഫാത്തായി പോയി. എന്നിരുന്നാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു വർഷം മുതൽ ലോകവിശ്വാസ സമൂഹം മുഹറം 9 കൂടി നോമ്പനുഷ്ഠിച്ചു പോരുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ഇവിടുത്തെ ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത് അത് യഹൂദികളുടെ എതിരാവൽ ഒക്കെയാണ്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതിരുന്നാലും മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ മുഹറം 9 അല്ലെങ്കിൽ നാളത്തെ താസുആയിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാം. താസുആ എന്ന് കരുതാൻ പ്രയാസമുണ്ടെങ്കിൽ മുഹറം 9 എന്ന് കരുതിയാലും മതി. അപ്പോൾ നാളത്തെ മുഹറം 9 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ നോമ്പ് ഖദാ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരാൾക്ക് നോമ്പ് ഖദാ ഉണ്ട്. ആ ഖദാ ആയിപ്പോയ നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണ്, ഒപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതുകയാണ് എങ്കിൽ അവനിക്ക് രണ്ടും ലഭിക്കുമെന്നുള്ളതാണ്. അവൻ്റെ നോമ്പ് ഖദാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ നിയത്ത് കരുതുക, റമദാൻ മാസം ഖദാ ആയ ഫർദാക്കപ്പെട്ട നോമ്പ് നാളെ താസുആയിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയാൽ അവനിക്ക് അവൻ്റെ ഫർദായ നോമ്പ് ഖദാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി ഫർദായ നോമ്പുകളുടെ നിയത്ത് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം സുബ്ഹിക്ക് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കണം. അതായത് സുബ്ഹി ബാങ്കിന് ഒരല്പം മുമ്പ് തന്നെ സംഭവിച്ചിരിക്കണം. സുബ്ഹി ബാങ്കിന് ഒരല്പം മുമ്പാണ് നമ്മൾ നിയത്ത് കരുതുന്നതെങ്കിലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് സുബ്ഹിക്ക് മുമ്പ് സംഭവിച്ചിട്ടില്ല എങ്കിലും രാവിലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ചാലും ശരിയാകുന്നതാണ് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം തന്നെ. അപ്പോഴും ഒരു വിഷയം ശ്രദ്ധിക്കാം, സുബ്ഹി മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അങ്ങനെ രാവിലെ ഒരു 7 മണി സമയത്തൊക്കെയാണ് ഒരാൾ നിയത്ത് കരുതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് എന്നാണ് കരുതാം. അപ്പോൾ ഇന്നത്തെ താസുആയിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി, അങ്ങനെയൊക്കെ നിയത്ത് കരുതിയിട്ട് നോമ്പനുഷ്ഠിക്കാം. അതായത് ചില ആളുകൾ സുന്നത്തായ നോമ്പുകളൊക്കെ നോൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിയത്ത് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള ഒരു പരിഹാരം കൂടിയാണ്
സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് കരുതാൻ പറ്റും എന്നുള്ളത്. അപ്പോഴും സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് സൂക്ഷിച്ചിരിക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പല ആളുകൾക്കും അറബിയിൽ ഇതിൻ്റെ നിയത്ത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും, താസുവായിൻ്റെ നോമ്പിൻ്റെ. അപ്പോൾ നവൈത്തു സൗമഹദീൻ അൻ അദായി സുന്നത്ത് യോമി താസുവായി ആദിഹി സന്നത്തി ലില്ലാഹി തആല. ഇവിടെ നിയത്ത് അറബിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല, നിയത്ത് മലയാളത്തിൽ സംഭവിച്ചാലും മതി. നിയത്ത് കരുതുക എന്നുള്ളതാണ് നിർബന്ധം, കരുതോടൊപ്പം പറയുക എന്നുള്ളത് നല്ലതാണ്. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് നാളത്തെ മുഹറം 9 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം. അതല്ല എങ്കിൽ നാളത്തെ താസുവായിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് അവനിക്ക് നോമ്പനുഷ്ഠിക്കാം. അതിന് കഥാ ഉള്ളവർ നേരത്തെ കഥാ വീട്ടുന്ന രൂപം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരാൾ രാത്രി നോമ്പിന് നിയത്ത് കരുതി, അങ്ങനെ സുബഹിക്ക് മുമ്പായിട്ടുള്ള സമയം അവർ ഒരു ഭാര്യയും ഭർത്താവാണ്, സംയോഗം ചെയ്തു, അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ നിയത്ത് കരുതിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യം ചെയ്താൽ നിയത്തിന് പ്രശ്നമാകുന്നില്ല. സുബഹിക്ക് ശേഷം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് സൂക്ഷിച്ചാൽ മതി. സുബഹിക്ക് മുമ്പ് ചെയ്തതുകൊണ്ട് നിയത്തിന് പ്രശ്നമാകുന്നില്ല. ഇനി അത് മാത്രമല്ല, രാത്രി ഒരാൾക്ക് അശുദ്ധി ഉണ്ടായി, ജനാപത്തുകാരനായി, അവൻ നിയത്ത് കരുതി, പക്ഷേ സുബഹി ബാങ്കിന് ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും ശരിയാകും. മാക്സിമം വലിയ ശുദ്ധിയുടെ കുളി സുബഹി ബാങ്കിന് മുമ്പ് തന്നെ കുളിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല, സുബഹി ബാങ്കിന് ശേഷം കുളിച്ചാലും ശരിയാകും. അതായത് ജനാപത്തോടെ കൂടെ തന്നെ നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ്. ഇനി ആർത്തവൊക്കെയുള്ള സ്ത്രീകൾ, അവർക്ക് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആർത്തവത്തിൻ്റെ നിഫാസിൻ്റെ ഒക്കെ സമയത്ത് ഏതായാലും നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. ഇനി ആർത്തവം നിന്നു, രാത്രിയാണ് നിന്നത്, പക്ഷെ കുളിക്കുന്നതാണെങ്കിൽ സുബഹിക്ക് ശേഷമാണ്. അങ്ങനെയുള്ളവർക്കും ആർത്തവം നിന്നാൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പിന് നിയത്ത് കരുതിയിട്ട് നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ്. ആവശ്യങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇനി സ്വാഭാവികമായിട്ടും വലിയ ശുദ്ധിയിലൂടെ, അതായത് ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെ ഒക്കെ ബ്ലീഡിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ഈ ദിനങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റൂല. അപ്പോൾ അവർ ചെയ്യേണ്ടത്, അതിനെ തൊട്ട് അവർ നല്ല രൂപത്തിൽ ആ ദിനങ്ങൾ കൊണ്ടാടാൻ ശ്രമിക്കുക. അതായത് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എങ്കിലും നല്ല രൂപത്തിൽ ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി നല്ല രൂപത്തിൽ എല്ലാവരും നല്ല രൂപത്തിൽ, അത് വലിയ ശുദ്ധിയുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, എല്ലാവരും നോമ്പ് നോക്കുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, എല്ലാവരും നല്ല രൂപത്തിൽ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ച്, സ്വലാത്തുകൾ അധികരിപ്പിച്ച്, ഖുർആനോത്തുകളൊക്കെ അധികരിപ്പിച്ച് നല്ല രൂപത്തിൽ ഈ ദിനങ്ങളൊക്കെ കൊണ്ടാടാം. പ്രത്യേകിച്ച് നമ്മൾ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അനാവശ്യമായ സംസാരങ്ങളെ തൊട്ടൊക്കെ നമ്മൾ മാറി നിൽക്കാം. മാക്സിമം തെറ്റുകുറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നിടത്ത് തൊട്ട് മാക്സിമം നമ്മൾ മാറി നിൽക്കാം. ഒരു തെറ്റുമില്ലാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. ആ രൂപത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഏറെ മഹത്വമുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയാൽ മതി. അപ്പോൾ തന്നെ കുറേ കൂടി നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മുഹറം 10 ബന്ധപ്പെട്ട വിഷയങ്ങളും അതിലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏറ്റവും ലളിതമായ ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നാഫി അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. ക്ലാസ് നോട്ട്സും ക്ലാസ്സൊക്കെ ലഭ്യമാകും. ഇനി മാത്രമല്ല, ഏത് സമയത്തും നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. കംപ്ലീറ്റ് വെബ്സൈറ്റൊക്കെ വഴിയുള്ള ക്ലാസ്സാണ്. വളരെ മനോഹരമായ ക്ലാസ്സാണ്. ജോയിൻ ചെയ്ത ആളുകൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ nafiacademy.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഏതായാലും നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യാനും പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.